ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പുതിയ കുറച്ച് അറിവുകൾ നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതായത് നിങ്ങളിൽ എത്ര പേർക്കറിയാം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള വർക്കിങ്ങും ഇത് എന്തിനാണ് ഒരു വാഹനത്തിൽ വന്നതെന്ന് എത്ര പേർക്കറിയാം? വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് പവർ സ്റ്റിയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ കുറെ കൂടെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ടെക്നോളജി ആയിട്ടാണ് പവർ സ്റ്റിയറിങ്ങിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. എന്നാൽ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ കാര്യം തീർച്ചയായിട്ടും നമ്മൾ വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് ഈ വീഡിയോ ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം സ്റ്റാർട്ടിങ്ങിലല്ല. ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഞാനിവിടെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ബലം പ്രയോഗിച്ചിട്ടാണ് വാഹനത്തിൻ്റെ ടയർ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. പണ്ട് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിലേ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയത്തുള്ളായിരുന്നു. കാരണം പവർ സ്റ്റിയറിംഗ് അല്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു വണ്ടി തിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ബലം പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ടയർ ലെഫ്റ്റോ റൈറ്റോ തിരിക്കാൻ കഴിയത്തുള്ളായിരുന്നു. എന്നാൽ ഒരു വണ്ടി ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. കാരണം ഓൾറെഡി വണ്ടിയുടെ ടയർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പമായിരുന്നു. അപ്പോൾ ഒരു വണ്ടി തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ കാര്യം എളുപ്പത്തിലേക്ക് മാറ്റാനായിട്ടാണ് പിന്നീട് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വണ്ടിയിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജി വന്ന സമയത്ത് സംഭവിച്ചത്, ഇപ്പം ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായി. ഇപ്പോൾ എനിക്ക് ഈ സ്റ്റിയറിംഗ് വളരെ ഈസി ആയിട്ട് ഒരു കൈ കൊണ്ട് തിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പവർ സ്റ്റിയറിങ്ങും നോർമൽ സ്റ്റിയറിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം. രണ്ടിൻ്റെ തിരിവും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. പക്ഷെങ്കിൽ പവർ സ്റ്റിയറിംഗ് അല്ലാത്ത വാഹനങ്ങളിൽ തിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബലം പ്രയോഗിക്കണം. എന്നാൽ പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനത്തിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ബലം പ്രയോഗിക്കേണ്ട, ഈസി ആയിട്ട് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയുന്നതാണ്. അതിനർത്ഥം നമ്മൾ ചെറുതായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ടയർ തിരിയും എന്നുള്ളതല്ല പവർ സ്റ്റിയറിംഗ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിലെ രണ്ട് പവർ സ്റ്റിയറിംഗ് ടെക്നോളജികളെ കുറിച്ചാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വർക്കിംഗ് രീതിയാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതോടൊപ്പം തന്നെ പുതിയൊരു അറിവുമായിരിക്കും. അതായത് രണ്ട് രീതിയിലുള്ള പവർ സ്റ്റിയറിംഗ് ടെക്നോളജികളുണ്ട്. ഒന്ന് ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പവർ സ്റ്റിയറിംഗ് മെത്തേഡും മറ്റൊന്ന് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പവർ സ്റ്റിയറിംഗ് മെത്തേഡാണ്. ഇതിന് ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ല, ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു കട്ടിയുണ്ട്. എന്നാൽ ഈ ഒരു സ്റ്റിയറിംഗ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻജിനിൽ നിന്ന് വരുന്ന പവർ ഈ ഒരു ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്ത് അത് പവർ സ്റ്റിയറിംഗ് മെത്തേഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ട് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേട് സംഭവിച്ചു, നമ്മുടെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന പവർ എടുത്ത് സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മൈലേജിന് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊക്കെ വെച്ച് നോക്കിക്കൊണ്ട് തന്നെയാണ് ഒരു പുതിയൊരു വാഹനം വിപണിയിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് വെച്ചാണ് മൈലേജൊക്കെ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, വലിയ വാഹനങ്ങളിൽ എപ്പോഴും ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പവർ സ്റ്റിയറിംഗ് മെത്തേഡാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു പവർ നമ്മളുടെ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമാണ്. അതെപ്പോഴും എൻജിനിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വലിയ വാഹനങ്ങളിൽ ഈ ഒരു പവർ സ്റ്റിയറിംഗ് മെത്തേഡ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പവർ സ്റ്റിയറിംഗ് മെത്തേഡാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് എടുത്തതിന് ശേഷമാണ് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് ഈ ഒരു പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, വണ്ടിയുടെ
കീ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുമ്പോൾ തന്നെ പവർ സ്റ്റിയറിംഗ് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്നു. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് വലിയ വാഹനങ്ങളിൽ നമുക്കിത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണ്, വലിയ വാഹനങ്ങളിൽ പവർ സ്റ്റിയറിംഗ് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു കറണ്ട്, ഒരു പവർ നമുക്ക് ആ ഒരു ബാറ്ററിയിൽ നിന്ന് ലഭിക്കണം. അതൊരു കാരണവശാലും കിട്ടത്തില്ല. അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ബാറ്ററികൾ വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വാഹനങ്ങളിലും ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ചുള്ള ഒരു പവർ സ്റ്റിയറിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന് മറ്റൊരു ഗുണമുണ്ട്. അത് വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ടാകാതെ ഓൾറെഡി നമ്മൾ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു പവർ എടുത്തിട്ട് സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മൈലേജ് നമുക്ക് കുറയാനായിട്ടുള്ള സാധ്യതകൾ ഇല്ല. ആ ഒരു ഗുണം ഇതിന് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഗുണമാണ്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പവർ സ്റ്റിയറിംഗും അതോടൊപ്പം തന്നെ ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പവർ സ്റ്റിയറിംഗും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ഇതെങ്ങനെയാണ് കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഒരു റാക്കിൻ്റെ മേളിൽ ഒരു പെനിയൻ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ടേൺ എടുക്കുന്ന സമയത്താണ് കൃത്യമായിട്ടും നമ്മളുടെ ടയർ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും തിരിയുന്നത്. അതിൻ്റെ ഒരു ഇമേജ് ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഒരു റാക്ക് ആൻഡ് പെനിയൻ ഉപയോഗിച്ചാണ് ഈ ഒരു സ്റ്റിയറിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനും അതോടൊപ്പം തന്നെ വാഹനങ്ങളെക്കുറിച്ച് ഒരുപാട് അറിവില്ലാത്തവർക്കും ഗുണകരമായിട്ടുള്ള ചില ഇൻഫർമേഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. ഒരു പക്ഷെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അത്തരത്തിൽ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കപ്പോൾ വീണ്ടും മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.